വാർത്തകൾ വിശദമായി. ലാവ്ലിൻ കേസിലെ സ്വകാര്യ ഹർജികൾ ഹൈക്കോടതി തള്ളി. CBI ഹർജികൾ മാത്രമേ നിലനിൽക്കൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പുതുതായി ഒരു രേഖയും ഹാജരാക്കാൻ ഇടപെടൽ ഹർജി നൽകിയവർക്കൊന്നും അവകാശമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ക്രൈം നന്ദകുമാർ, KM ഷാജഹാൻ തുടങ്ങി 4 പേർ സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന വിധി. കേസിൽ ഒരു ബന്ധവുമില്ലാത്തവർക്ക് കേസിൽ കക്ഷി ചേരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, പുതിയ രേഖകളോ തെളിവുകളോ ഇനി വിചാരണ കോടതിയിൽ പോലും ഹാജരാക്കാനാവില്ല. CBI നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്ന വാദം ഇവർ ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തെയും ഇവർ ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാ രേഖകളും തെളിവുകളും വിചാരണ കോടതിക്ക് മുന്നിൽ വന്നതാണ്. ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയതും വിചാരണയ്ക്ക് പോലും ആവശ്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കുറ്റവിമുക്തരാക്കിയതും. ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകളൊന്നും സ്വീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി തള്ളുകയായിരുന്നു. കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ MK ദാമോദരനും CBI അഭിഭാഷകൻ P ചന്ദ്രശേഖരപിള്ളയും ഹർജിക്കാരുടെ വാദത്തെ എതിർത്തു. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലുകളാണെന്നും ആവശ്യം നിയമപരമല്ലെന്നും മുൻ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് MK ദാമോദരൻ വാദിച്ചു. ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന രേഖകൾ അനാവശ്യ രേഖകളാണെന്നായിരുന്നു CBI അഭിഭാഷകന്റെ നിലപാട്. ഈ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് കക്ഷിചേരൽ ഹർജികൾ കോടതി തള്ളിയത്. റിവിഷൻ ഹർജിയിൽ അന്തിമവാദത്തിന് സാവകാശം തേടിക്കൊണ്ടുള്ള CBIയുടെ ഹർജി കോടതി അംഗീകരിച്ചു. കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരംജിത് സിംഗ് പട്വാലിക്ക് ഹാജരാകുന്നതിനു വേണ്ടിയാണ് കേസ് 2 മാസത്തേക്ക് മാറ്റിവെക്കണമെന്ന് CBI ആവശ്യപ്പെട്ടത്. നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നും അദാനി പോർട്ട് CEO കരൺ അദാനി. നിശ്ചിത സമയത്ത് തന്നെ പദ്ധതി പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കരൺ കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയിൽ മുൻ സമീപനം തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് CEO കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം അദാനി ഗ്രൂപ്പുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത്. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ആർക്കും ഇതിൽ ആശങ്ക വേണ്ടെന്നും കരൺ അദാനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. Had a good discussion with CM, Honorable CM, and there was no discussion. It was more to assure that we are there in Vizhinjam and we are going to continue in Vizhinjam and we will complete the project as per what we have originally committed to the state. പുതിയ സർക്കാർ തങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും കരൺ അദാനി വ്യക്തമാക്കി. 1000 ദിവസം കൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുളച്ചിൽ തുറമുഖ പദ്ധതി ഏറ്റെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കരൺ വ്യക്തമാക്കി. അതേസമയം മുൻ സമീപനത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴത്തെ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും പദ്ധതിയിൽ തുടർ ചർച്ചകൾ നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുന്നതിനായി നൽകിയ കൺസൾട്ടൻസി കരാറിൽ ക്രമക്കേട് നടന്നതായി പ്രാഥമിക നിഗമനം. കരാർ നൽകിയതിൽ ക്രമക്കേടിനെപ്പറ്റി അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് മന്ത്രി G സുധാകരൻ നിർദ്ദേശിച്ചു. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിപ്പാട്, വയനാട് മെഡിക്കൽ കോളേജുകൾ പണിയുന്നതിനായുള്ള കൺസൾട്ടൻസി കരാർ നൽകിയതിൽ ക്രമക്കേട് നടന്നതായിട്ടാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. കുറഞ്ഞ തുക കോട്ട് ചെയ്ത ആൻസൺ എന്ന കമ്പനിയെ ഒഴിവാക്കി കൂടിയ തുക ടെൻഡറിൽ നൽകിയ RT Max എന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയെന്നതാണ് പരാതിക്കാരുടെ ആരോപണം. എന്തുകൊണ്ടാണ് ഇപ്രകാരം കൂടിയ തുക കോട്ട് ചെയ്ത കമ്പനിക്ക് കൺസൾട്ടൻസി കരാർ നൽകിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ജീവരാജിനോട് മന്ത്രി G സുധാകരൻ നിർദ്ദേശിച്ചത്. എത്രയും വേഗം വകുപ്പുതല വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി G സുധാകരൻ പറഞ്ഞു. വാർത്ത ഇങ്ങനെ വന്നപ്പോൾ ഇതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ പ്രതികരണം നടത്തേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റിയല്ലോ അന്വേഷണം ഉത്തരവിട്ടത്. ഈ കൺസൾട്ടൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് അന്നത്തെ PW മന്ത്രിയല്ലേ പറയാം, അതിനെ വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണം. ഞങ്ങളാരും ഏൽപ്പിച്ചതല്ല ഉത്തരവാദിത്വം. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ബിൽഡിംഗ് വെച്ച് നൽകാനുള്ള ചുമതല സർക്കാരിന് തന്നെയാണെങ്കിലും ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പ് ചുമതല സ്വകാര്യ മുതലാളിമാരുടെ ഗ്രൂപ്പിനായിരുന്നു. ഈ സംവിധാനത്തിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ പരാതി വിജിലൻസിന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പൊതുജനങ്ങളുടെ പരാതിക്ക് 30 ദിവസങ്ങൾക്കകം പരിഹാരമെന്ന മുഖ്യമന്ത്രി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. LDF സർക്കാർ രാഷ്ട്രീയ പകപോക്കലിനില്ലെന്നും മന്ത്രി പറഞ്ഞു. സെൻകുമാർ വിഷയത്തിൽ വിവാദത്തിനില്ല. സെൻകുമാറിനെ കുറിച്ച് പറഞ്ഞാൽ പലതും വെളിപ്പെടുത്തേണ്ടി വരുമെന്നും പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു.
സംസ്ഥാനത്തെ സാമ്പത്തിക നില ഭദ്രമല്ല. 1,54,057 കോടി രൂപയാണ് മൊത്തം കടം. 2,000 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുമുണ്ട്. എങ്കിലും ഭാവി അന്ധകാരം നിറഞ്ഞതാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികൾ മറികടക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ 30 ദിവസത്തിനകം പരിഹാരമുണ്ടാക്കും. ജില്ലാതലങ്ങളിലുള്ള പരാതികൾ പരിഹരിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉയർന്നുവരുന്ന എല്ലാ പരാതികളിലും മുന്നിലെത്തുന്ന പ്രശ്നങ്ങളിലും 30 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കാനുള്ള സംവിധാനവും സൃഷ്ടിക്കും. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. ഡാമിന് ബലക്ഷയമുണ്ടോ എന്ന് പരിശോധിക്കാൻ തമിഴ്നാടിന്റെയും കേന്ദ്രത്തിന്റെയും സഹായം വേണം. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയുടെ സേവനം പരിശോധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലവിൽ സർവകക്ഷി യോഗത്തിന്റെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LNG പദ്ധതി ഒഴിച്ചുകൂടാനാവില്ല. എല്ലാവരുടെയും സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കും. സെൻകുമാർ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറയേണ്ടി വന്നാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി ഒരു പരസ്യ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് അങ്ങനെ പോകുന്നില്ല. പോയാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. അത് ആ വെളിപ്പെടുത്തൽ ഞാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. വിലക്കയറ്റവും അഴിമതിയും തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അഴിമതി കേസുകളിൽ ആരോടും രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അതല്ലെങ്കിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. ഗ്രൂപ്പ് ഭേദമന്യേ സുധീരനെതിരെ പടയൊരുക്കം ശക്തം. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചയാളാണ് സുധീരനെന്ന് സോണിക്ക് മുൻപാകെ തിരുവഞ്ചൂർ പറഞ്ഞു. അതിനിടെ സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ചെന്നിത്തലയോടും 3 ദിവസത്തിനകം ദില്ലിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന നിലപാട് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ശക്തമാക്കിയതോടെയാണ് ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. 3 നേതാക്കളും നാളെ തന്നെ ദില്ലിയിലെത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്ന് A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും A ഗ്രൂപ്പ് പ്രതിനിധിയായ തിരുവഞ്ചൂർ ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഈ ഇലക്ഷന് ശേഷം എൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. ആ അസസ്മെൻ്റ് ഡൽഹിയിൽ അറിയിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ കാര്യങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു. എൻ്റെ ലീഡർഷിപ്പിനെ ആ വിവരം അറിയിച്ചു. KPCC നേതൃത്വം ശൂന്യതയിലാണെന്നും അടിയന്തര നേതൃമാറ്റത്തിനായി ഹൈക്കമാൻഡ് ഇടപെടണമെന്നുമാണ് A ഗ്രൂപ്പ് നിലപാട്. ഉമ്മൻചാണ്ടിയും ഇതേ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നതായാണ് സൂചന. കൂടാതെ നേതൃമാറ്റ ആവശ്യം ചർച്ച ചെയ്തില്ലെന്ന സുധീരന്റെ നിലപാട് തള്ളി MM ഹസനും രംഗത്തെത്തി. അല്ല, അദ്ദേഹം മാറ്റണമെന്ന് യോഗത്തിൽ ചർച്ച ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും KPCC നേതൃയോഗത്തിൽ ഉയർന്ന നേതൃമാറ്റ ആവശ്യം A ഗ്രൂപ്പ് ദൂതനായി എത്തിയ തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുഖം മിനുക്കലല്ല, നേതൃസ്ഥാനത്തെ അഴിച്ചുപണിയാണ് വേണ്ടതെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയമസഭാ കക്ഷി നേതൃപദവി ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ പദം VM സുധീരനും ഒഴിയണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. എന്നാൽ ചർച്ചയിലൂടെ സമവായത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹൈക്കമാൻഡ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കായിക മന്ത്രി EP ജയരാജനെതിരെ പരാതിയുമായി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. ജയരാജൻ തന്നെ അധിക്ഷേപിച്ചുവെന്നാണ് അഞ്ജുവിന്റെ പരാതി. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. അതേസമയം അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്പോർട്സ് കൌൺസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെത്തിയ തന്നോട് മന്ത്രി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്നായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും ഒളിമ്പ്യനുമായ അഞ്ജു ബോബി ജോർജിന്റെ പരാതി. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചതായും അഞ്ജു പറഞ്ഞു. എന്നാൽ അഞ്ജു ബോബി ജോർജ് തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതായി അറിയില്ലെന്ന് മന്ത്രി EP ജയരാജൻ പ്രതികരിച്ചു. അഞ്ജു തന്നെ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. സന്തോഷത്തോടെയാണ് പിരിഞ്ഞതെന്നും എന്തുകൊണ്ടാണ് തനിക്കെതിരെ പരാതി ഉന്നയിച്ചതെന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് അവർ പറയാൻ സാധ്യതയില്ലെന്നാണ്. വളരെ സന്തോഷത്തോട് അവരെൻ്റെ ഓഫീസിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിട്ടാണ് പിരിഞ്ഞുപോയത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കായിക മന്ത്രിയെ പിന്തുണച്ചു. അഞ്ജു ബോബി ജോർജിനെ EP ജയരാജൻ ആക്ഷേപിച്ചിട്ടില്ലെന്നും വിമാനയാത്രയെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതെ, പറഞ്ഞ കാര്യം അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി എടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. അതെങ്ങനെയാണ് അവമര്യാദയായി പെരുമാറുക എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അവര് വിമാനം ഉപയോഗിക്കുന്നതിനെ പറ്റി ചോദിച്ചു എന്ന് ഈ മന്ത്രി ചോദിച്ചു എന്നുള്ളത്. അഞ്ജു തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. സ്പോർട്സ് കൌൺസിലിലെ നിയമനങ്ങളെക്കുറിച്ചും ഫണ്ട് വിനിയോഗങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണമെന്ന് KB ഗണേഷ് കുമാർ MLA. കൌൺസിലിലെ ദൂർത്ത് ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രി EP ജയരാജൻ ആളുകളോട് മോശമായി പെരുമാറിയെന്ന് കരുതുന്നില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സ്പോർട്സ് മന്ത്രി എന്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് അഴിമതി ഉണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്.
എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ അദ്ദേഹം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും സ്പോർട്സ് വകുപ്പിലെ ചെലവുകളെക്കുറിച്ച്, നിയമനങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ നിയമനങ്ങളെക്കുറിച്ച്, സ്പോർട്സ് വകുപ്പിലെ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ജയരാജൻ രാഷ്ട്രീയ വേദികളിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കാറുണ്ടെങ്കിലും വ്യക്തിപരമായി പരിചയപ്പെടുന്ന ആളുകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ഒരാളായിട്ടാണ് ജയരാജനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. അഞ്ജു ബോബി ജോർജിനെ കുറിച്ച് കെ സുധാകരന്റെ അബദ്ധ പ്രസ്താവന. അഞ്ജു ബോബി ജോർജ് ജിമ്മി ജോർജിന്റെ ഭാര്യ എന്നായിരുന്നു കെ സുധാകരന്റെ പ്രസ്താവന. ഇ പി ജയരാജനെ വിമർശിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു സുധാകരന്റെ ഈ പരാമർശം. അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന കായിക താരം ഇന്ത്യയുടെ മഹത്തായ കായിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയുടെയും അഭിമാനത്തിന്റെയും പശ്ചാത്തലം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആർക്കറിയാത്തത് അഞ്ജുവിനെ? അഞ്ജു മാത്രമല്ല, അഞ്ജുവിന്റെ ഭർത്താവ് ജിമ്മി ജോർജിന്റെ കുടുംബം എല്ലാം കായിക രംഗത്ത് ജീവിതം അർപ്പിച്ചവരാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കോഴിക്കോട് തിരുവണ്ണൂർ പാലാട്ട് നഗർ AUP സ്കൂളും അടച്ചുപൂട്ടി. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്തുന്നതിന് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ സ്കൂൾ സംരക്ഷണ സമിതിയും PTA-യും എല്ലാം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടിക്രമങ്ങളുമായി സഹകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കുട്ടികൾക്ക് അധ്യയനം നടത്തുന്നതിനായി പുതിയ സ്ഥലം കണ്ടെത്താനായി തൊട്ടടുത്തുള്ള 2 വീടുകൾ ഉൾപ്പെടെ 4 സ്ഥലങ്ങളാണ് പരിശോധിച്ചത്. ഒടുവിൽ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഗിരീഷ് ചോലയിലും MLA MK മുനീറും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി തിരുവണ്ണൂർ UP സ്കൂളിനോട് ചേർന്ന അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. SSAയുടെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ 5-6 ക്ലാസുകളും തിരുവണ്ണൂർ UP സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ 7ാം ക്ലാസും താൽക്കാലികമായി പ്രവർത്തിക്കും. 1 മാസത്തിനകം നിയമ നടപടികൾ പൂർത്തീകരിച്ച് സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA MK മുനീർ പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ അക്വസിഷൻ നടപടികൾ പൂർത്തീകരിച്ച് പാലാട്ട് സ്കൂൾ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ഗവൺമെൻറ് ഉറപ്പിൽ ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. DDEയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം സ്കൂളിലെ 17 വിദ്യാർത്ഥികളെ പുതിയ സംവിധാനത്തിലേക്ക് മാറ്റി. 2 മണിയോടെ സ്ഥലത്തെത്തിയ AEO KS കുസുമം സ്കൂളിലെ രേഖകൾ ഏറ്റുവാങ്ങിയ ശേഷം സ്കൂൾ അടച്ചുപൂട്ടി. സംസ്ഥാന സർക്കാർ നിയമ നടപടികൾ പൂർത്തീകരിച്ച് സ്കൂൾ ഉടൻ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകർ. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് മോഡിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഇൻഡോ-US സംയുക്ത പ്രസ്താവനയെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മോഡി സർക്കാരിന്റെ 2 വർഷത്തെ ഭരണം നിരാശാജനകമാണെന്നും യെച്ചൂരി പറഞ്ഞു. ചരക്ക് സേവന നികുതി ബില്ലിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി.